വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസിഡന്റിന്റെ ഭരണത്തിലും നയത്തിലും പൊറുതിമുട്ടി ഗത്യന്തരമില്ലാതെ യുവാവിന് ആ കടും കൈ ചെയ്യേണ്ടി വന്നു. യുവാവ് ചെയ്തത് എന്താണെന്നറിയാമോ? പ്രസിഡന്റിന്റെ മുഖത്തേക്ക് ആഞ്ഞു തല്ലി. സംഭവം ഇന്ത്യയിലല്ല, ഫ്രാൻസിലാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മുഖത്തേക്കാണ് യുവാവ് ഇന്ന് ആഞ്ഞു തല്ലിയത്. തെക്കൻ ഫ്രാൻസ് സന്ദർശനത്തിനിടെ ഇമ്മാനുവൽ മാക്രോൺ ജനങ്ങളോട് ഇടപഴകുന്നതിനിടയിലാണ് ആൾക്കൂട്ടത്തിലൊരാൾ ഇമ്മാനുവൽ മാക്രോണിന്റെ മുഖത്തേക്കടിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട മാക്രോണിനെ ഉടൻ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റി. മാക്രോണിനെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ ഇതോടെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളായ BFM ടിവിയും RMC റേഡിയോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം കോവിഡ് കാലത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സ്വീകരിച്ച നിലപാടുകളും നയങ്ങളും ജനങ്ങളിലെ പ്രതിസന്ധിയിലാഴ്ത്തിയെന്നും ഇതിനെ തുടർന്നാണ് യുവാവ് പ്രസിഡന്റിന്റെ മുഖത്തേക്ക് അടിച്ചത് എന്നുമാണ് റിപ്പോർട്ടുകൾ. കോവിഡ് മഹാമാരിയെ തുടർന്ന് ജനങ്ങളുടെ ജീവിതം എങ്ങനെ സാധാരണ നിലയിലേക്ക് മടക്കി കൊണ്ടുവരാം എന്ന് വിലയിരുത്തുന്നതിനും മറ്റുമായാണ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ന് തെക്കുകിഴക്കൻ ഫ്രാൻസിലെ ഡ്രോം പ്രദേശത്ത് സന്ദർശനം നടത്തിയത്. ഈ സന്ദർശനത്തിനിടെയാണ് യുവാവ് പ്രസിഡന്റിന്റെ മുഖത്തേക്കടിച്ചത്. തന്നെ കാണാനായി നിൽക്കുന്ന ജനക്കൂട്ടത്തിലേക്ക് അടുക്കുന്ന മാക്രോണിന്റെ നേർക്കാണ് ഒരാൾ പെട്ടെന്നെത്തുന്നതും അദ്ദേഹത്തിന്റെ മുഖത്തേക്കടിക്കുന്നതും. ഇതിന്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ വീഡിയോയിൽ കാണാനാകും. ഏതായാലും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പലരും വിഭിന്ന അഭിപ്രായങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. പ്രസിഡന്റിനെ തല്ലിയ യുവാവിനെ വിമർശിച്ചുകൊണ്ട് ചിലർ രംഗത്ത് വരുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് യുവാവ് ചെയ്തത് ധീരമായ പ്രവൃത്തി എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ജനങ്ങളുടെ ശബ്ദം പ്രതിനിധികൾ കേൾക്കണമെന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് ചിലർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.